ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ആൻഫീൽഡിലേക്ക് പോവുകയാണ്. ഓഗസ്റ്റ് 31 ഇന്ത്യൻ ടൈം 9 മണിക്ക് കളി. ഇറ്റ് ബി എ വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം ടു സേ ദ ലീസ്റ്റ്, അല്ലേ? രണ്ടുപേരും അത്യാവശ്യം നല്ല ഫോമിൽ. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആർസണൽ ആർ ഇൻ ബെറ്റർ ഫോം ദാൻ ലിവർപൂൾ എന്ന് തന്നെ പറയേണ്ടി വരും. ലിവർപൂളിൻ്റെ ഫസ്റ്റ് ഗെയിം ബോൺമത്തുമായിട്ട് 4-2, സെക്കൻഡ് ഗെയിം ന്യൂ കാസലുമായിട്ട് 3-2. അങ്ങനെ മൊത്തം അടിച്ച ഗോള് 7, കൺസീഡ് ചെയ്ത ഗോള് ബോൺമത്ത് 2, ഇവിടെ 2, 4. അങ്ങനെ ഗോൾ ഡിഫറൻസിൽ 3 ഗോൾ ഡിഫറൻസ് 3. അതേസമയം നമ്മുടെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഗെയിം യുണൈറ്റഡുമായിട്ട് ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് 1-0, സെക്കൻഡ് ഗെയിം നമ്മുടെ ലീഡ്സുമായിട്ട് 5-0. സോ ടോട്ടൽ 6-0. അപ്പം 6 ഗോൾ ലീഡാണ് നമുക്ക്. ഗോൾ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് 6 ഗോൾസ് ആണുള്ളത്. അങ്ങനെ ഗോൾ ഡിഫറൻസിൽ നമ്മൾ ടേബിൾ ടോപ്പേഴ്സ് ആണ് ഇപ്പം. ബട്ട് രണ്ട് ടീമിനും 6 പോയിന്റ്സ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പോയിന്റ്സ് മാറ്റർ. ഗോൾ ഡിഫറൻസ് ഒരു ആഡ് ഓൺ മാത്രമാണ്. ഈ ഒരു ഗെയിമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിവർപൂളിനെ ഫേസ് ചെയ്യാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു ഗെയിമിനെ പറ്റി നോക്കുമ്പോൾ. കാരണം ലിവർപൂളിന് ഡിഫെൻസീവ്ലി ഒരുപാട് പ്രശ്നമുണ്ട്. അതിൽ ഒന്ന്, ഫ്രിംപോം ഇഞ്ചേർഡായി. ആ പൊസിഷൻ ഇപ്പം കവർ ചെയ്യുന്ന സാബസ്ലൈ ആണ്. പിന്നെ ദേ ഹാവ് കൊനാറ്റെ, വെർജിൽ വാൻ ഡൈക്ക് ആൻഡ് കെർക്കസ്. കൊനാറ്റെ ഈ സീസണിൽ ഇത്രയും ഗെയിം കളിച്ചിട്ടും പഴയ ഫോമിലേക്ക് വന്നിട്ടില്ല. മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നുണ്ട്. ഇപ്പം കെർക്കസ് കഴിഞ്ഞ ഗെയിമിൽ, അതായത് ന്യൂ കാസലിൻ്റെ ഗെയിമിൽ അവർ തിരിച്ചു വരാനുള്ള ഫസ്റ്റ് ഗോളിന് പുള്ളിയാണ് കാരണക്കാരൻ. സോ അങ്ങനെ ഡിഫെൻസീവ്ലി അവരത്ര ഓർഗനൈസ്ഡ് അല്ലാത്തത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ന്യൂ കാസലുമായിട്ടുള്ള രണ്ട് ഗോളും, ന്യൂ കാസൽ അടിച്ച 2 ഗോള്, ലിവർപൂൾ കൺസിഡർ ചെയ്ത 2 ഗോളും ഇറ്റ്സ് ഫ്രം സെറ്റ് പീസ്. ഒരെണ്ണം ത്രോ ഇൻ, ഒരെണ്ണം രണ്ടാമത്തത് ഒരു ഫ്രീ കിക്ക്. സോ ഇറ്റ്സ് ഫ്രം സെറ്റ് പീസ്. അപ്പം ഇതിപ്പം വലിയ ഡിബേറ്റ് ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. സെറ്റ് പീസിൻ്റെ രാജാക്കന്മാരാണ് ആർസണൽ. ഞാൻ ആ കാര്യത്തിൽ വലിയ പ്രൗഡൊന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പണ്ട് കാണുന്നവർക്ക് ഈസിലി മനസ്സിലാവും, എനിക്ക് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ അടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പം നമ്മുടെ സീക്രട്ട് വെപ്പൺ എന്തൊക്കെ പറഞ്ഞാലും സെറ്റ് പീസ് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഗെയിം നമ്മൾ ഗോൾ അടിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് ഗോൾ അടിച്ചത് കാലഫ്യൂറി, അത് ഒരു കോർണറിൽ നിന്ന്. സെക്കൻഡ് ഗെയിമിന് ലീഡ്സുമായിട്ട് ഫസ്റ്റ് ഗോൾ എഗെയിൻ ടിംബർ ഗോൾ അടിച്ചത് സെറ്റ് പീസ്, കോർണർ. രണ്ടാമത്തെ ഗോൾ ടിംബർ അടിച്ചതും സെറ്റ് പീസിൽ നിന്നായിരുന്നു, കോർണർ. സോ ഇങ്ങനൊരു വജ്രായുധം നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ലിവർപൂൾ തന്നെയാണ്. കാരണം അവരുടെ ഡിഫൻസ് ഭയങ്കര വീക്കാണ്. ശരിയാണ്, അവരുടെ അറ്റാക്ക് സോളിഡാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡിഫൻസും അതുപോലെ തന്നെ സോളിഡാണ്. സാലയെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും, എക്കിറ്റിക്കനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും, ഗ്യാക്പോനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള, പിന്നെ വേർഡ്സ് എന്നീ ക്വസ്റ്റ്യൻസ്. വേർഡ്സിൻ്റെ കഴിഞ്ഞ ഗെയിം അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ പോലും ഫസ്റ്റ് ഗെയിം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് കളിച്ചത്. ബട്ട് ദ ക്വസ്റ്റ്യൻ റിമെയിൻസ്, നമുക്ക് ഈ പറയുന്ന പ്ലെയേഴ്സിനെ നമ്മുടെ ഡിഫെൻസീവ് ലൈന് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞ 2 വർഷം കണ്ടതും ഈ സീസണിലെ ഫസ്റ്റ് 2 ഗെയിം കണ്ടതും യാതൊരു മാറ്റവുമില്ല. ഡിഫെൻസീവ്ലി വി ആർ സോളിഡ്. വി ഷുഡ് ബി വെരി ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ് ഗോയിങ് ഇൻ ടു ദിസ് ഗെയിം. ഡിഫെൻസിൻ്റെ കാര്യം ഓർക്കുമ്പോൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ കാര്യത്തിലേക്ക് മുന്നോട്ട്, അതായത് മിഡ്ഫീൽഡിലേക്ക് വരുമ്പം ചെറിയ കുറച്ച് ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. ക്രൈസിസ് എന്ന് ഞാൻ പറയത്തില്ല, അതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇഞ്ചുറി ക്രൈസിസ് എന്ന് പറയുന്നില്ല എന്ന കാര്യം. സാക്ക ഇഞ്ചേർഡാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഓഡഗാർഡും ഇഞ്ചേർഡാണ്. സാക്കേനെ കവർ ചെയ്യാൻ ഈത്തൻ വന്യേറിയുണ്ട്, നോനി മെഡുവയ്ക്കുണ്ട്. ഇതൊന്നും പോരെങ്കിൽ നമുക്ക് മാക്സ് ഡോമനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ക്രൈസിസ് ആണോ? അല്ല. ഇനി നമുക്ക് മിഡ്ഫീൽഡിൽ ആരാണ്? ഓഡഗാർഡ് ഇഞ്ചേർഡാണ്. ഓഡഗാർഡ് ഇഞ്ചേർഡായ സ്ഥിതിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ
ഡയറക്റ്റ് എസേനെ അങ്ങ് ആ പൊസിഷനിൽ കളിപ്പിക്കണം. എസെ ഷുഡ് സ്റ്റാർട്ട് ലിവർപൂൾ ഗെയിം എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല എസേനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കഴിഞ്ഞ കളി ഈത്തൻ വെന്നിയറിനെ അവിടെ കളിപ്പിച്ചതിൻ്റെ കൂട്ട് ഈത്തൻ വെന്നിയറെ കളിപ്പിക്കുക, നോനി മെഡുവക്കേനെ റൈറ്റിൽ ഇടുക, ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെല്ലി കളിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. ആൻഡ് നോനി മെഡുവക്കെ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ മാക്സ് ഡോമനെ കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവരിക, എന്നിട്ട് നോനി മെഡുവക്കനെ എടുത്ത് മാർട്ടിനെല്ലിയുടെ പൊസിഷൻ. യു സി, ഇത്രയും ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് നമുക്കതിനെ ഇഞ്ചുറി ക്രൈസിസ് എന്ന് വിളിക്കരുത്. അത് മാത്രമല്ല, നമുക്ക് ഇത്രയും സ്ക്വാഡ് ഡെപ്ത് ഉള്ളിടത്തോളം കാലം അയ്യോ ഒരു സ്വാക്ക ഇഞ്ചേർഡായി അല്ലെങ്കിൽ ഓഡഗാർഡ് ഇഞ്ചേർഡായി എന്ന് പറഞ്ഞ് നമുക്ക് ഒരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല. ഓഫ് കോഴ്സ് അർട്ടറ്റയ്ക്ക് യാതൊരു എക്സ്ക്യൂസ് പറയാനുള്ള അവകാശവും ഇല്ല, അർഹതയില്ല. സോ അത് കല്ലിവല്ലി, അത് തന്നെ ഇഞ്ചുറി കല്ലിവല്ലി എന്നേ ഞാൻ പറയൂ. നമുക്ക് ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട് കവറപ്പ് ചെയ്യാൻ. അതേസമയം ലിവർപൂളിൻ്റെ സൈഡിലെത്തുമ്പോൾ ഫ്രിംപോങ്ങിന് ഇഞ്ചേർഡാണ്, ആ പൊസിഷൻ കവർ ചെയ്യുന്നവരാണ് സബോസ്ലൈയാണ്. സോ എഗെയിൻ അഡ്വാൻറ്റേജ് എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് തന്നെയാണ് അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അവരുടെ അറ്റാക്ക് നമ്മുടെ അറ്റാക്കിനേക്കാളും ഒരുപാട് ബെറ്ററാണ്. 100%. സാല, എക്കിറ്റിക്ക്, ഗാക്പോ 100% വേർഡ്സ്, ഇവർ എല്ലാവരും അറ്റാക്ക് മെനസിങ് ആണ്. പക്ഷെ ഞാൻ കുറച്ചും പറഞ്ഞല്ലോ നമ്മുടെ ഡിഫൻസ് തീരെ മോശമല്ല. സോ എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈ സ്കോറിങ് ഗെയിം ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഒരു ഗെയിമിലേക്ക് പോകുമ്പം ഞാൻ ആസ് ആൻ ആർസണൽ ഫാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഐ കനോട്ട് റിമെമ്പർ ദ ലാസ്റ്റ് ടൈം സാക്ക ഇഞ്ചേർഡ് ആയിട്ട് ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു ആസ് ആൻ ആർസണൽ ഫാൻ. സാക്ക ഇഞ്ചേർഡ് ആയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആർസണൽ ഫാൻസ് വിറയ്ക്കുമായിരുന്നു, ഓഡഗാർഡ് ഇഞ്ചേർഡ് ആയെന്ന് പറഞ്ഞാൽ വിറയ്ക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വിറയ്ക്കേണ്ട കാര്യം ഇപ്പം കുറച്ചുകൂടെ ഒക്കെ ആർസണൽ ഫാൻസ് കംഫർട്ടബിൾ ആണ്. ആ കംഫർട്ടബിളിൻ്റെ മെയിൻ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ആൻഡ്രിയ ബെർട്ടയ്ക്കും അർട്ടറ്റയ്ക്കും തന്നെയാണ്. ആ സ്ക്വാഡ് ഡെപ്തിൽ ഫോക്കസ് ചെയ്ത് ഇത്രയും പ്ലെയേഴ്സിനെ അവിടെ ആഡ് ചെയ്യാനുള്ള ആ ഒരു വിഷൻ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. ഈ ഗെയിമിലേക്ക് പോകുമ്പോൾ കുറച്ച് എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ഗെയിമിൽ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ മെൻറ്റാലിറ്റി റൈറ്റ് ആയിരിക്കണം. വി ഷുഡ് ഗോ വിത്ത് എ പോസിറ്റീവ് മെൻറ്റാലിറ്റി. അവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി പെർഫെക്റ്റ്. ജയിക്കണം, ജയിച്ചേ പറ്റൂ, വേറെ ഒരു റിസൾട്ടും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ വേണം ഈ ഒരു ഗെയിമിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് വരാം. എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതൊരു ഹൈ സ്കോറിങ് മാച്ച് ആയിരിക്കും. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആർസണൽ വിന്നാണ്. 4-2 ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ചുമ്മാ ഇവിടെ വന്നിട്ട് ലിവർപൂളിനെ താറടിക്കുന്നൊന്നുമല്ല. കാരണം ഇത് തന്നെയാണ്, സെറ്റ് പീസിൽ ദേ ആർ ഡിഫെൻഡിങ് വെരി വീക്ക്. ഓവറോൾ അവരുടെ ഡിഫൻസ് ഭയങ്കര വീക്കാണ്. അറ്റ് ദ സെയിം ടൈം ആർസണലിന് നോക്കുവാണെങ്കിൽ ഒരു കോർണർ കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ത്രോ കിട്ടുവാണെങ്കിലോ ഒരു ഫ്രീ കിക്ക് കിട്ടുവാണെങ്കിലോ അതൊക്കെ അവർക്ക് ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ലിവർപൂളിനെ ഒരിക്കലും കുറച്ച് കണ്ടതല്ല, ഞാൻ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. സോ ഐ റിയലി തിങ്ക്, പക്ഷേ ലിവർപൂൾ ഗോൾ അടിക്കും. ലിവർപൂളിനെ നമുക്ക് തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിവർപൂൾ മിനിമം 2 ഗോൾ അടിക്കും. എക്കിറ്റിക്ക നല്ല ഫോമിലാണുള്ളൂ. ഫസ്റ്റ് ഗെയിമിലും ഗോൾ അടിച്ചു, സെക്കൻഡ് ഗെയിമിലും ഗോൾ അടിച്ചു. എക്കിറ്റിക്കനെ പറ്റി പറയുമ്പം എക്കിറ്റിക്കയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ വലിയ ആഘോഷമൊന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് മൈ ജോബ് എന്നുള്ള രീതിയിൽ വളരെ കാം കളക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു സ്ട്രൈക്കറിൽ ഇറ്റ്സ് റിഫ്രഷിങ് ടു സീ എന്ന് തന്നെ പറയണം. സോ ലിവർപൂൾ എന്തായാലും ഗോൾ അടിക്കും. അതിപ്പോൾ എക്കിറ്റിക്ക ആയാലും ശരി, സാല ആയാലും ശരി. സാല നമുക്കെതിരെ എല്ലാ പ്രാവശ്യവും ഗോൾ അടിച്ചിട്ടുണ്ട്. സോ ഐ ആം എക്സ്പെക്ടിങ് സാല ടു സ്കോർ ഇൻ ദിസ് ഗെയിം ഓൾസോ. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ആർസണൽ ഈ മാച്ച് ജയിക്കും. ഇതൊരു ഹൈ സ്കോറിങ് ഗെയിം ആയിരിക്കും. എൻ്റെ ഒരു പ്രഡിക്ഷൻ 4-2 ആണ്. ആർസണൽ 4, ലിവർപൂൾ 2. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തായാലും എനിക്ക് ഈ മാച്ചിൻ്റെ വാച്ച് അലോങ് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് വാച്ച് അലോങ് ആയിരിക്കും ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. സോ വാച്ച് അലോങ് നിങ്ങൾക്ക് എൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, നമുക്ക് ഒന്നിച്ചിരുന്ന് വാച്ച് അലോങ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.